നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ ഒരു സൂചനയെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കുപ്പായമാകട്ടെ, ഇനി മുഖ്യമന്ത്രി കുപ്പായമൊക്കെ വിട്ടേക്കൂ, ഒരു പാൽ സൊസൈറ്റിയുടെ ഭരണം ലഭിക്കുമെന്നുള്ള ഒരു സൂചന ലഭിച്ചാലും, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം ലഭിക്കുമെന്നുള്ളൊരു സൂചന ലഭിച്ചാലും, കേന്ദ്രത്തിൽ ഭരണം ലഭിക്കുമെന്നുള്ളൊരു സൂചന ലഭിച്ചാലും, പാൽ സൊസൈറ്റിയുടെ സെക്രട്ടറിയുടെ കുപ്പായം, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കുപ്പായം, കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയുടെ കുപ്പായം, ഇവയെല്ലാം തയ്പ്പിച്ച് വയ്ക്കുവാൻ നിരവധി നേതാക്കളുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പക്ഷേ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി പദത്തിന് അടുത്തെങ്കിലും ലഭിക്കുവാൻ പോകുന്നില്ല എന്നുള്ള വാസ്തവം നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റിവെക്കാം. എന്നാൽ ലഭിക്കുകയാണ് എന്നുള്ളൊരു സാങ്കല്പിക സാഹചര്യത്തിൽ അതിൻ്റെ ഒരു കുത്തകാവകാശം വ്യാജഗാന്ധി കുടുംബത്തിൽ നിക്ഷിപ്തമായതുകൊണ്ട് ഈ കുപ്പായം തയ്പ്പിച്ച് വെച്ചവർ അത് പുറത്തടിക്കില്ല. അതിനുള്ള സാഹചര്യം വരികയാണെങ്കിൽ വരുന്നത് വരെ. പക്ഷേ സംസ്ഥാനങ്ങളിലെയും പാൽ സൊസൈറ്റിയുടെയും കാര്യങ്ങളെല്ലാം കൃത്യമാണ്. എന്തെങ്കിലും ഒരു തരത്തിൽ ഭരണം ലഭിക്കുമെന്നുള്ളൊരു സൂചന ലഭിച്ചാൽ അപ്പോൾ തുടങ്ങും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പിടിവലി. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട്, കാരണം ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് 2026 കേരളത്തിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ഒരു ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന കൃത്യമായി തന്നെ രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ഭരണം UDF-നാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ UDF മുന്നണിയിൽ പരന്നിരുന്നു, കോൺഗ്രസിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് UDF മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിൽ നിന്നായിരിക്കണമല്ലോ മുഖ്യമന്ത്രി, അതാണല്ലോ ഒരു പൊതുധാരണ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ഇപ്പോഴേ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന നേതാക്കൾ നിരവധിയാണ്. അത് കെ മുരളീധരൻ മുതൽ രമേശ് ചെന്നിത്തല വരെയും VD സതീശൻ മുതൽ KC വേണുഗോപാൽ വരെയുമുള്ള നേതാക്കളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. കേൾവിയും കേൾപ്പോരുമില്ലാത്ത വിഷ്ണുനാഥ് പോലും മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് വെച്ച് തയ്യാറായിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു തരത്തിലൊരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് എൻ്റെ പേര് നിർദ്ദേശിച്ചാലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താമല്ലോ. ശശി തരൂരും തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട് നീളത്തിലുള്ള മുഖ്യമന്ത്രി കുപ്പായം ഒന്ന് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ പറയുന്നത്. ഇങ്ങനെ മുഖ്യമന്ത്രി പദത്തിന് ഒരു ആശ വയ്ക്കുക എന്നുള്ളതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു അംബീഷനാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള, സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു താല്പര്യമാണെന്ന് പറയാം. അതിനെ കുറ്റം പറയുവാൻ സാധിക്കില്ല. പക്ഷേ അധികാരത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് തന്നെയാണ് അടുത്ത അധികാരം പിടിക്കാൻ പോകുന്നത്, സംസ്ഥാനത്ത് ഭരണത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു സാഹചര്യം ശരിയാണ് എന്ന് നമുക്ക് വാദത്തിന് വേണ്ടി അങ്ങ് സമ്മതിക്കാം. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നൊരു കാര്യം എന്ന് കോൺഗ്രസ് അണികൾ തന്നെ പറയുന്നത്, ഈ നേതാക്കളുമായി അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്നത്, കോൺഗ്രസ്സിന് ഭൂഷണമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് കോൺഗ്രസ്സിലെ അണികളാണ്. കാരണം ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴേ മുഖ്യമന്ത്രിയാകാൻ തയ്യാറായിരിക്കുന്നു എന്ന് വരെയുള്ള, ശരി, അതൊരു ഞാൻ പറഞ്ഞല്ലോ മുന്നേറുവാനുള്ളൊരു ത്വരയാണ്. രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പടിപടിയായി ഉയർന്നു പോകുവാനുള്ളൊരു ആഗ്രഹമാണ്. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. മാനുഷികമായൊരു വികാരം മാത്രമാണത്. എന്നാൽ മുന്നണി ജയിക്കുമെന്നുള്ളൊരവസ്ഥ നാം സമ്മതിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നതെന്ന് ഓർക്കുക. മുഖ്യമന്ത്രിയാകാനായി തയ്യാറായി നിൽക്കുന്ന വ്യക്തി എതിരാളിയെ, തനിക്ക് എതിരാളിയായി വരാൻ പോകുന്ന ഒരാളെ കാലുവാരി തോൽപ്പിച്ച് ഈ ഭരണം ലഭിക്കുവാനുള്ളൊരു സാധ്യതയുടെ കടക്കിൽ തന്നെ മഴുകൊണ്ട് വെട്ടുക അല്ലെങ്കിൽ കത്തിവെക്കുക എന്നുള്ളൊരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കും. അതായത് കെ മുരളീധരനെ VD സതീശനും KC വേണുഗോപാലും കൂടി കാലുവാരി തോൽപ്പിക്കും എന്നുള്ളതാണ് കെ മുരളീധരൻ്റെ അനുയായികൾ പറയുന്നത്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരനെതിരെ കോൺഗ്രസിനുള്ളിൽ നല്ലൊരു പടയൊരുക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. മുരളീധരനും അത് സംബന്ധിച്ച് ഉള്ള ആശങ്കകളിൽ പെട്ടുഴലുകയാണ് എന്നുള്ളതും സത്യമാണ്. ഇനി രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞാലും അത് തന്നെ. രമേശ് ചെന്നിത്തലയും തോൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഈ ക്യാമ്പുകളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതേ പ്രക്രിയ തന്നെ കെ മുരളീധരൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഭാഗത്തു നിന്ന് VD സതീശനെ ലക്ഷ്യം വെച്ചുമുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് VD സതീശൻ്റെ അനുയായികൾ പറയുന്നത്. ഇത്തരത്തിലുള്ളൊരു കടിപിടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു വടംവലി അധികാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ്സിൽ ഉണ്ടാകുക എന്നുള്ളൊരു സ്വാഭാവിക പ്രക്രിയയാണ് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തുടനീളം. ഇനി ഇത്തരത്തിലുള്ളൊരു സാഹചര്യം രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പ്രേക്ഷകർ ചിന്തിച്ചു നോക്കുക. ഒരു തൂക്കുമന്ത്രിസഭയിലേക്കുള്ള സാധ്യതകൾ കൂടി വരും എന്നുള്ള ഒരു സാധ്യത തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവർ ചെയ്യുന്ന ഒരു കാര്യം കോൺഗ്രസ് എന്ന പാർട്ടിയെ ഇല്ലാതാക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് എന്ന് BJP വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ തത്വമാണ്. ഇത്തരത്തിൽ BJPയുടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ആശയത്തിന് വഴി കൂടുതൽ എളുപ്പമാക്കുകയാണ്, അല്ലെങ്കിൽ മാർഗം കൂടുതൽ എളുപ്പമാക്കുകയാണ് എന്നുള്ള കാര്യം ഒരു വശത്ത്. മറുവശത്ത് ഇവർ
എതിരാളിയെ തോൽപ്പിക്കുവാൻ വേണ്ടി സഖ്യമുണ്ടാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ദേശീയ തലത്തിൽ സഖ്യമുണ്ടെങ്കിൽ പോലും പ്രഖ്യാപിതമായ അവരുടെ ഒന്നാം നമ്പർ ശത്രു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നിരിക്കെ തന്നെ ശിവൻകുട്ടിയും മുരളീധരനും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ നേമത്തും വട്ടിയൂർക്കാവുമായി നടക്കുന്നുണ്ട് എന്ന ഉപരിതലത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ച നടക്കുമ്പോൾ തന്നെ വി.ഡി. സതീശനും ശിവൻകുട്ടിയുമായൊരു ഡീല് ഇവിടെ ഉറപ്പിക്കുന്നു എന്നാണ് കോൺഗ്രസ് അണികൾ പറയുന്നത്, മുരളീധരൻ്റെ അണികൾ പറയുന്നത്. ഇത്തരത്തിലുള്ള കുഴഞ്ഞു മറിഞ്ഞൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളത്തെ തള്ളിവിടുന്ന ഇവർ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയായിരിക്കും നാളെ മുഖ്യമന്ത്രിമാരായാൽ കേരളത്തെ ഭരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത് പ്രേക്ഷകരാണ്. ഞാനൊരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന കോൺഗ്രസിനുള്ളിലെ ഉൾപ്പോരിനെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് കോൺഗ്രസിൻ്റെ ഉള്ളറകളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം പ്രേക്ഷകരുമായി പങ്കുവച്ചു എന്ന് മാത്രം. ഇതൊരു കൃത്യമായി പോലീസിൽ പരാതി കൊടുത്ത് അന്വേഷിപ്പിക്കേണ്ട ഒരു കേസല്ല. എന്നാൽ ഇതൊരു ഗോസിപ്പായി തള്ളിക്കളയേണ്ട കാര്യവുമല്ല. കാരണം ഇവർ ഈ ചെയ്യുന്ന രാഷ്ട്രീയ ചരടുവലികളുണ്ടല്ലോ, ഇതെല്ലാം ആത്യന്തികമായി ബാധിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെയാണ്. ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ടത് പ്രേക്ഷകരാണ്. ഈ പ്രേക്ഷകരെ ഞാൻ ഇനി അടുത്ത കുറേ ദിവസത്തേക്ക് പ്രേക്ഷകരെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും ഞാനുമൊക്കെ സമ്മതിദായകരാണെന്നുള്ള കാര്യം ഇടയ്ക്കിടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങളെ മാത്രം ഓർമ്മിപ്പിക്കുകയല്ല, ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പ്രേക്ഷകരെന്ന് പറയുന്നത് ഒരു അവതാരകനെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ണാടിയുടെ ഫലവും കൂടി ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ കണ്ണാടിയിലേക്ക് നോക്കി ഞാൻ പറയുകയാണ്, നിങ്ങളും ഞാനുമൊക്കെ സമ്മതിദായകർ കൂടിയാണ്. പ്രേക്ഷകരും സമ്മതിദായകരും അവതാരകനും ഒക്കെ ചേർന്ന നമ്മുടെ സമൂഹമാണ് ഇവരുടെ ഒരു വിശ്വാസ്യതയെ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ടത്. അത് ഏപ്രിൽ 9 എടുക്കേണ്ടത്. ഏപ്രിൽ 9 ആ തീരുമാനത്തിൻ്റെ ഏറ്റവും പരമമായ തീരുമാനമെടുക്കൽ, അല്ലെങ്കിൽ ആ പരമമായ പ്രക്രിയ, തീരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാന ചുവടുവെപ്പ്, ഈ സമീപകാലത്തുള്ള ചുവടുവെപ്പ് നടക്കുവാൻ പോകുന്നത്. ആ തീരുമാനമെടുക്കേണ്ടത് ഞാനും നിങ്ങളുമൊക്കെയാണ്. അതെന്തായിരിക്കും ആ തീരുമാനമെന്നുള്ളത് കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് പോളിംഗ് ബൂത്തിലേക്ക് പോവുക. എല്ലാവരും സമ്മതിദാനം വിനിയോഗിക്കുക. കാരണം വോട്ടവകാശം നിങ്ങളുടെ ശക്തിയാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കാലാകാലങ്ങളായി പറയുന്നതാണ്. എന്നാലും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും മടികൂടാതെ പോളിംഗ് ബൂത്തിലേക്ക് പോവുക. ചിന്തിച്ചുറപ്പിച്ച് തീരുമാനമെടുക്കുക. ഇവരുടെ വിശ്വാസ്യതയെ സംബന്ധിച്ചുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടുകൂടി വേണം പോളിംഗ് ബൂത്തിലേക്ക് പോകുവാനെന്നുള്ളൊരു അപേക്ഷ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.